രാജ്യത്ത് തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ടിലും നടപടിയെടുത്ത ചരിത്രമില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ രീതിയിൽ ഒരു പൊതുജനങ്ങളുടെ ഒരു ആവശ്യം പൊന്തി വരാം, രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പൊന്തി വരാം, അത് തൽക്കാലം ശമിപ്പിക്കാൻ ഒരു അന്വേഷണം നടത്താൻ പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. സംസ്ഥാനത്ത് 1980 മുതൽ 87 ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായ ജസ്റ്റിസ് കെ സുകുമാരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ മാത്രം നടപടിയുണ്ടായി. മറ്റെല്ലാ റിപ്പോർട്ടുകളും വെളിച്ചം കാണാതെയും നടപടിയില്ലാതെയും ഒടുങ്ങി. 2009 മെയ് 17 തിരുവനന്തപുരം ചെറിയതുറയിലുണ്ടായ പോലീസ് വെടിവെപ്പിൽ 6 പേർ മരിച്ച കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ ജഡ്ജി കെ രാമകൃഷ്ണനെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചു. 2012 ജനുവരിയിൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചെങ്കിലും ഇതുവരെ നടപടി റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചിട്ടില്ല. കാസർകോട് വെടിവെപ്പ് സംബന്ധിച്ച MA നിസാർ കമ്മീഷന്റെ അന്വേഷണം സർക്കാർ ഇടയ്ക്കുവെച്ച് അവസാനിപ്പിച്ചു. കുമരകം ബോട്ട് ദുരന്തം അന്വേഷിച്ച ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും മാറാട് കലാപം അന്വേഷിച്ച തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടും നടപടിയില്ലാതെ പൊടിപിടിച്ചു. അപ്പോൾ ഇതൊരു പ്രഹസനമായി മാറുകയും ഈ പറയുന്ന 100ഓളം വരുന്ന ജുഡീഷ്യൽ കമ്മീഷനുകളുടെ ലിസ്റ്റിൽ അവസാനത്തിടം പിടിക്കാനാണ് ഈ സോളാർ താപ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെയും വിധി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമ്മീഷൻ എൻക്വയറി ആക്ട്സ് വകുപ്പ് 4 പ്രകാരം കമ്മീഷൻ 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിച്ച നടപടി റിപ്പോർട്ട് നിയമസഭയിൽ വെക്കണമെന്നാണ് ചട്ടം. നിലവിലെ സാഹചര്യത്തിൽ സോളാർ കേസ് അന്വേഷിക്കാൻ സിറ്റിംഗ് ജഡ്ജിയെ ലഭിക്കാനുള്ള സാധ്യതയും വിരളമാണ്. അനിൽ കാരാമൽ, മീഡിയ 1, കൊച്ചി.